ഹൈബ്രിഡ് സോളാർ പ്ലാന്റിൻ്റെ ഹൃദയഭാഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതാണ് ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ. ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റവും ഓഫ് ഗ്രിഡ് സിസ്റ്റവും കപ്പിൾ ചെയ്ത് വരുന്ന സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഹൈബ്രിഡ് സിസ്റ്റം. 20 kVയുടെ ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഇതിൻ്റെ തൊട്ട് നേരെ താഴെ കാണാം, ഇതെല്ലാം അതിൻ്റെ സ്റ്റോറേജുകളാണ്. ഈ ഒരു ബോക്സ് വരുന്നത് 5 കിലോവാട്ടിൻ്റെ ബാറ്ററി, ലിഥിയം LFP ബാറ്ററിയാണ്, ലിഥിയം ആൻഡ് ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി. 5 കിലോവാട്ടാണ് ഒരു ബാറ്ററി സ്റ്റോറേജ്. അതുപോലെ ഇവിടെ 2 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് 1 മാസം റൺ ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒരു 8 ബാറ്ററി വരെയൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതനുസരിച്ചാണ് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഒരു 5 കിലോവാട്ടിലെ എത്ര യൂണിറ്റ് ബാറ്ററി കറണ്ട് സ്റ്റോറേജ്? 5 കിലോവാട്ട് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി പറയാം. 10 യൂണിറ്റ് സ്റ്റോറേജ്. യെസ്, ഈ 10 യൂണിറ്റ് ആണ് നമുക്കിവിടെ സ്റ്റോറേജ് വരുന്നത്. അതേപോലെ ഇതിന്റെ തൊട്ടിപ്പുറത്ത് വരുന്ന DC ബ്രേക്കേഴ്സ് ആണ്. ഇത് നമ്മൾ ഈ 34 പാനൽ 4 പ്രവർത്തനം കൂടെ ഒന്ന് പറയോ? ഇപ്പൊ നമ്മളില്ല പകൽ സമയത്ത് സോളാർ ഓൺ ആയി, ശരി, ഒരു 7:30-8 മണിയോട് കൂടി സോളാർ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാറ്ററി ബാറ്ററിത്തെ ചാർജ് തലേദിവസം തീർന്നു പോയി, ശരി, രാവിലെ എന്ത് ചെയ്തു, സോളാർ വന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവുക? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റൂമുകളിൽ AC ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സോളാർ ഓൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ശരി, സപ്പോസ് ഇവിടുത്തെ ഒരു AC കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, സാറ് പറഞ്ഞ പോലെ രാത്രിക്ക് ഒരു 4 മണി നേരം വിളിക്കാറായ പിന്നെ സപ്ലൈ ഒന്നും ഇല്ല, കറണ്ടൊന്നും ഇല്ല, ബാറ്ററി തീർന്നു. ഒരു 6 മണിയാകുമ്പോഴത്തേന്, അതായത് സൺലൈറ്റ് ലൈറ്റ് വന്ന ഉടനെ ഇതിൻ്റെ അത് സോളാറിൻ്റെ MPPT സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് പ്രിഫറൻസ് കൊടുക്കുക നമ്മൾ ബാറ്ററിക്കാണ്. ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുക്കുക. ഫസ്റ്റ് ചാർജിങ് ആയി ഒരു നിശ്ചിത ശതമാനം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് കിട്ടാൻ പറ്റുള്ളൂ. ഈ അല്ല, സപ്ലൈ ഇല്ലാത്തൊരവസ്ഥ. സപ്ലൈ ഉണ്ടാകുമ്പോൾ നമ്മളത് ബാറ്ററി എന്തില്ല, ഫുൾ ചാർജ് ഇല്ല, നമ്മളവിടെ നിന്ന് AC ഉപയോഗിക്കുന്നുണ്ട്, മറ്റു സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സോളാറിന് കറണ്ട് വന്ന് തുടങ്ങുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ ഒരു വലിയൊരു ഫീച്ചറിലൊന്നാണ്. നമ്മളിപ്പം ബാറ്ററി ചാർജ് ഫസ്റ്റ് നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കണമെന്നല്ല, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സപ്ലൈ ഇത് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് KCB തന്നെ എടുത്ത് ചാർജ് ചെയ്യണോ, അല്ലെങ്കിൽ സോളാർ വന്നിട്ട് ചാർജ് ചെയ്യാൻ മതി, അത് പ്രിഫറബിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു വലിയൊരു ഫീച്ചേഴ്സിലൊന്നാണ്. അത് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു നിലക്കും ബാറ്ററിയിൽ നിന്ന് KCBയിൽ നിന്ന് ബാറ്ററി ചാർജ് ആവണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെ, ടൈം ഓഫ് യൂസേജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിൽ നമുക്ക് KCB എടുക്കുകയേ വേണ്ടെന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് സെറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. വളരെ എഫിഷ്യൻറ്റോട് കൂടിയ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു ബ്രാൻഡാണ് ഈ ഡൈ എന്ന് പറഞ്ഞാൽ. അതിൽ ഒരുപാട് ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ വരും. നമ്മൾ ഹൈബ്രിഡിൽ വേറെ ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല, നമ്മൾ ചെയ്യുന്നില്ല. ഡൈ മാത്രം ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി അടുത്തതിന് സ്റ്റോറേജ് വരുമ്പോൾ LFP ബാറ്ററിയാണ്, ലിഥിയം ആൻഡ് ഫെറോഫോസ്ഫേറ്റ് ആണ്. അതുകൊണ്ട് പൊട്ടിത്തെറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 100% സേഫ്. തീർച്ചയായും സേഫ്റ്റിയുടെ ഭാഗത്തിൽ LFP ബാറ്ററികളാണ് ഏറ്റവും ഫസ്റ്റ്. അതിൻ്റെ LFP കാറ്റഗറി വരാൻ തന്നെ കാരണം ഈ ബേസ്റ്റിംഗ് ആണ്. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു കാറ്റഗറി വന്നത്. Bayman, making it easy.